ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ജാതി വിവേചനം തടയുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 2026 UGC ഇക്വിറ്റി റെഗുലേഷന് സുപ്രീം കോടതിയിൽ നിന്ന് വൻ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ജനുവരി 13-ന് വിജ്ഞാപനം ചെയ്ത ഈ പുതിയ നിയമം നടപ്പിലാക്കുന്നത് തടഞ്ഞുകൊണ്ട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മാലിയ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഉത്തരവിട്ടത്. രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിലനിൽക്കുന്ന ജാതി വേർതിരിവുകൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ഈ നിയമമെങ്കിലും അതിന്റെ ഉള്ളടക്കത്തിലെ അവ്യക്തതയും വിവേചനപരമായ സമീപനവുമാണ് കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് ഇടയാക്കിയത്. പുതിയ നിയമത്തിലെ വ്യവസ്ഥകൾ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഭാഷയിൽ തികഞ്ഞ അവ്യക്തതയുണ്ടെന്നുമാണ് കോടതി നിരീക്ഷിച്ചത്. കഴിഞ്ഞ 75 വർഷമായി ജാതിരഹിത സമൂഹമെന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ നേടിയെടുത്ത നേട്ടങ്ങളെ പിന്നോട്ടടിക്കുന്നതാണോ പുതിയ നയം എന്ന് കേന്ദ്ര സർക്കാരിനോടും UGCയോടും കോടതി ആരാഞ്ഞു. സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കാനും അപകടകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനും ഇടയാക്കുന്നതാണ് ഈ റെഗുലേഷനെന്ന് കോടതി വാക്കാൽ പരാമർശിച്ചു. പ്രധാനമായും റെഗുലേഷനിലെ സെക്ഷൻ 3(1)(c) ആണ് വലിയ തർക്കങ്ങൾക്ക് കാരണമായത്. ഈ വ്യവസ്ഥ പ്രകാരം പട്ടികജാതി, പട്ടികവർഗ, മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവർക്കെതിരെയുള്ള വിവേചനം മാത്രമാണ് ജാതി വിവേചനം എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളെ പൂർണ്ണമായും ഒഴിവാക്കുന്നതാണെന്നും വിവേചനം എന്നത് ആർക്കെതിരെയും ഉണ്ടാകാവുന്ന ഒന്നാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു. വിവേചനം എന്നാൽ എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കണം. അല്ലാതെ ഒരു വിഭാഗത്തിന് മാത്രം പ്രത്യേക പരിരക്ഷ നൽകുകയും മറ്റുള്ളവരെ ഒഴിവാക്കുകയും ചെയ്യുന്നത് സമൂഹത്തെ വിഭജിക്കാനേ സഹായിക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ പ്രത്യേകം ഹോസ്റ്റലുകളും മറ്റും ജാതി അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നത് പോലുള്ള നിർദ്ദേശങ്ങൾ റെഗുലേഷനിൽ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ഇത് അമേരിക്കയിലെ പഴയകാലത്തെ വർണ്ണവിവേചനത്തിന് തുല്യമായ സാഹചര്യത്തിലേക്ക് രാജ്യത്തെ എത്തിക്കുമോ എന്ന ആശങ്കയും പങ്കുവച്ചു. നമ്മുടെ സർവകലാശാലകളും കോളേജുകളും സമൂഹത്തിന്റെ ഭാഗമാണ്. ക്യാമ്പസിനുള്ളിൽ ഇത്തരമൊരു വിഭജനം ഉണ്ടായാൽ അത് ക്യാമ്പസിന് പുറത്തുള്ള സമൂഹത്തിന്റെ സ്വഭാവത്തെയും ബാധിക്കുമെന്ന് ജസ്റ്റിസ് ബാഗ്ചി നിരീക്ഷിച്ചു. രോഹിത് വെമുലയുടെയും പായൽ തഡ്വിയുടെയും അമ്മമാർ നൽകിയ ഹർജിയുടെ പശ്ചാത്തലത്തിലാണ് UGCയുടെ പുതിയ നിയമങ്ങൾക്കെതിരെ കോടതി നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ ഈ പുതിയ പതിപ്പ് മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്നും വിവേചനത്തിനെതിരെയുള്ള പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്നതാണെന്നും ആരോപിച്ച് വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രതിഷേധമുയർന്നിരുന്നു. BJPക്കുള്ളിൽ തന്നെ ഉയർന്ന ജാതി വിഭാഗങ്ങളിൽ നിന്ന് ഇതിനെതിരെ വലിയ എതിർപ്പുകൾ ഉണ്ടായതും ശ്രദ്ധേയമാണ്. പുതിയ റെഗുലേഷനിൽ വ്യാജപരാതികൾ നൽകുന്നവർക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ ഒഴിവാക്കിയതും വലിയ വിവാദമായിരുന്നു. ഈ സാഹചര്യത്തിൽ നിയമവിദഗ്ധർ ഉൾപ്പെട്ട ഒരു സമിതി രൂപീകരിച്ച് റെഗുലേഷനിലെ പോരായ്മകൾ പരിഹരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കേസ് അടുത്ത തവണ പരിഗണിക്കുന്ന മാർച്ച് 19 വരെ 2026 റെഗുലേഷൻ മരവിപ്പിച്ചിരിക്കുകയാണ്. ഈ കാലയളവിൽ 2012 പഴയ ഇക്വിറ്റി റെഗുലേഷൻ തന്നെ തുടരാനും കോടതി ഉത്തരവിട്ടു. കേന്ദ്ര സർക്കാരിന്റെയും UGCയുടെയും നിലപാടുകൾക്ക് തിരിച്ചടിയായ ഈ വിധി ക്യാമ്പസുകളിലെ തുല്യതയെക്കുറിച്ചും സാമൂഹിക നീതിയെക്കുറിച്ചുമുള്ള പുതിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ കോടതിയിൽ വ്യക്തമായ മറുപടി നൽകേണ്ടി വരുമെന്ന് ഉറപ്പാണ്.